ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അവിൽ വെച്ചിട്ടുള്ള ലഡുവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അവിൽ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണിത്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഒന്ന് പൊട്ടിച്ചതിന് ശേഷം സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ചിരവി എടുത്തിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് മക്കൾ വരാറായി, അപ്പോൾ തോന്നിയ ഒരു കുഞ്ഞു ഐഡിയ ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ 1.5 അച്ച് ശർക്കര കേട്ടോ. 1 അച്ച് ഫുള്ളും 1ൻ്റെ പകുതി ശർക്കരയാണ് ഉള്ളത്. ശർക്കര ഏകദേശം അരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും വേറെ ഒരു കുഞ്ഞു ടിപ്സും കൂടി ചെയ്യാനുണ്ട്. അതെന്താ നോക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചൂടാകുമ്പോൾ ഈ ഒരു കപ്പിന് 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. 1.5 കപ്പാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അവിലൊക്കെ വാങ്ങിച്ചത് വെറുതെ ഇരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് ഇത് കേട്ടോ. പിന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കരിഞ്ഞു പോകരുത് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊന്ന് നമ്മൾ പൊട്ടിച്ചു കൊടുക്കുമ്പോൾ പൊട്ടണം. ആ ഒരു രീതിക്ക് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങ ചിരവിയത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ചേർത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ രാവിലെ ചിരവിയപ്പോൾ കുറച്ച് ബാക്കിയായി. അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് രണ്ടും വേറെ വേറെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരുമിച്ച് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ശർക്കര ഏകദേശം അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. രണ്ടും ഒരുമിച്ച് ഒരേ സമയം തന്നെ സ്റ്റവിൽ വെച്ചിട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ചെയ്തെടുക്കാം. നമ്മുടെ അവിലിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ. അവിൽ ഇത്രയും മതി. ഇനി കരിഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ശർക്കരയും കൂടി റെഡി ആയിട്ടുണ്ട്. ഇതും കൂടി ഓഫാക്കിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം ഇതിൽ 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് നിലക്കടല. അത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാഷ്യൂനട്ട് കുറച്ച് പൊട്ടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വറുത്ത് വെച്ച അവിലും തേങ്ങയും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാട് അങ്ങനെ ഈസായി പൊടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പൊടിച്ചു വെച്ച തേങ്ങയും അവിലും കൂടി ഉള്ളതിലേക്ക് നമ്മുടെ കടലയും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. ചിലപ്പോൾ ലൂസായി പോകും. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇനി കൈ വെച്ചിട്ട് തന്നെ കുഴച്ച് ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് അവിലേക്ക് നിങ്ങൾ 1/2 കപ്പോ 3/4 കപ്പോ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1.5 അച്ച് ശർക്കരയും അത്രമാത്രം മതി. അതല്ലെങ്കിൽ കൂടിപ്പോവും. പിന്നെ ഇതിൻ്റെ കൂടെ ഏലക്കാപ്പൊടിയും നെയ്യും എല്ലാം ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇത് ബോൾസ് ആക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ അവിൽ കൊണ്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്